വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ കുറച്ച് ഗോതമ്പത്തിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിയില ഉള്ളിൻ്റെ ഉണ്ടോ, ഇതിന് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കണം. നന്നായി വാഷ് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കുഴക്കുമ്പോൾ ചേർക്കാനുണ്ട്. ആദ്യം ഇത് അരിഞ്ഞെടുക്കുക, എന്നിട്ടത് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഗോതമ്പത്തിൻ്റെ പൊടിയിലേക്ക് അരിഞ്ഞ് വെച്ച ഉള്ളിയിലിട്ട് കൊടുക്കുക. കുറച്ച് മുളകിൻ്റെ പൊടി കുറേശ്ശെ എല്ലാം ഇട്ട് കൊടുത്താൽ മതി. നുള്ളി മഞ്ഞളിൻ്റെ പൊടി, കുരുമുളക് ഒക്കെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. കായം നിർബന്ധമില്ല, കുറച്ച് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നല്ല ജീരകത്തിൻ്റെ പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം, അത് നല്ല ചുവ ഉണ്ടാവും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്തതുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി, ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് എപ്പോഴും ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി. ഇത് കുറച്ച് പശു നെയ്യ്. നിങ്ങളുടെ അടുത്ത് മാംഗോ പൗഡർ ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് ഇട്ട് കൊടുക്കുക, നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. പിന്നെ കുറച്ച് തൈര് ഇതെല്ലാം പാടെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായി ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം കുറേശ്ശെ കുറഞ്ഞിട്ട്, ഒരിളം ചൂടുള്ള വെള്ളം നല്ലത്. നമുക്ക് ഇത് കുഴച്ചെടുക്കുമ്പോൾ ഒരു ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലത്തെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം വറ്റണം. നന്നായി കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. നന്നായി കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല റൊട്ടിയായിട്ട് കിട്ടും. ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വെക്കാം. 10 മിനിറ്റ് വരെ ഇരിക്കട്ടെ. നമുക്കിത് പരത്തിയെടുക്കാം. ഇതൊരു 10-20 മിനിറ്റ് ഒന്ന് വെച്ചതാണ്. അപ്പോൾ ചപ്പാത്തി ഇത് നന്നായി പൊന്തി വരും. ഈ റൊട്ടി കഴിഞ്ഞ് കുറച്ച് ഓയിലാക്കിയാൽ, കുറച്ച് പശു നെയ്യാക്കിയതാണ്. ഇതുപോലെ അങ്ങനെ പരത്തിയെടുക്കാം നമുക്ക്. അതുപോലെ പരത്തിയെടുക്കുക. ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് പശു നെയ്യാണ് പരത്തി കൊടുക്കാം നമുക്ക്. അപ്പോൾ നല്ലൊരു ഓറോട്ടിയിട്ട് വരും. കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുക. പിന്നെ ഇപ്പം 4 ഭാഗം മടക്കി, ചിലപ്പോൾ 3 ഭാഗം മടക്കിയിട്ട് ഉണ്ടാക്കുക. ഇനി ഇതൊന്നും കൂടെ പരത്തിയെടുക്കാം. കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക, പരത്തിയെടുക്കുക. ഈ രീതിക്ക് പരത്തിയെടുത്താൽ മതി. നമുക്ക് ചുട്ടെടുക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചുട്ടെടുക്കാം. അധികം കനം വേണ്ട, കണക്കായ കനം മതി.
4 ഭാഗം ഒരേപോലെ കനത്തിൽ ഇതുപോലെ നമുക്കിനി ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം കുറച്ച് വെന്താൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അധികം ഫുള്ള് വേവണ്ട, കുറച്ച് വെന്താൽ മതി. അപ്പോൾ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നന്നായി വേവണം. നമുക്കിത് കുറച്ചൊരു പശുവിനെ പറ്റി തിരിച്ച് വെക്കാം. നമുക്ക് വെക്കാം. ഇനി അടുത്തത് വെക്കാം. ഈ വശം ഒന്ന് വാടിയാൽ മതി. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. വാടട്ടെ. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ചുട്ടെടുക്കാം. ഈ ഉള്ളിച്ചപ്പ് നല്ലതാണ്, കണ്ണിനൊക്കെ നല്ലതാണ്. നമ്മൾ ഉള്ളി കഴിക്കൂലേ, അതിനേക്കാണ് ഗുണം കിട്ടും. ഇനി പാത്രത്തേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി അങ്ങനെ റൊട്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നല്ല ചൂടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ഇതിന് വേറൊരു വലിയ കറിയൊന്നും വേണ്ട. ഒരു ചെറുതായിട്ടൊരു നല്ലൊരു ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് തക്കാളി, മുളക്, തക്കാളി, കറിവേപ്പില ഒക്കെ ഒന്ന് എണ്ണയിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുക്കുക, ചെറിയ ഉള്ളിയൊക്കെ. എന്നിട്ട് അരച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പിടണം, കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ചേർക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാട്ടെ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഇതുപോലെ ഉണ്ടാവും, ഇതുപോലെ കഴിക്കാം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.